മഹായുദ്ധത്തിന്റെ കറുത്ത നീളുകളിൽ നിന്ന് പിറന്ന ശീതയുദ്ധകാലത്ത് ഭൂഗർഭാറകളിൽ ഒതുക്കിവെച്ച ആയുധങ്ങളുടെ കഥയാണിത്. ലോകത്തിന്റെ കണ്ണുവെട്ടിച്ച് പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളുടെ മുള്ളുകമ്പികൾക്ക് പിന്നിൽ വളർന്ന ഒരു നിഗൂഢ സാമ്രാജ്യം. ഇന്ന് ആ രഹസ്യ ആയുധശാലകൾ യൂറോപ്പിലെ യുദ്ധഭൂമിയിൽ ഇടിമുഴക്കം സൃഷ്ടിക്കുകയാണ്. ഉത്തര കൊറിയ എന്ന ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട രാജ്യവും ഭൂഖണ്ഡങ്ങൾ അടക്കി വാഴുന്ന റഷ്യയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന ഈ രണ്ട് ബദ്ധശത്രുക്കൾ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ കൈകോർക്കുമ്പോൾ അത് വാഷിംഗ്ടണിന്റെയും നാറ്റോ സഖ്യത്തിന്റെയും നെഞ്ചെടുപ്പ് കൂട്ടുകയല്ല, മറിച്ച് ഭൂഗോളത്തിന്റെ ആഗോള സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ അടിമുടി പിടിച്ചുകുലുക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തിന്റെ അന്തിമ ഫലം നിർണ്ണയിക്കുന്ന കളം മാറ്റിമറിച്ചിരിക്കുന്നത് മോസ്കോയുടെ മാത്രം കരുത്തല്ല, മറിച്ച് പോങ്യാങ്ങിലെ ഭൂഗർഭ അറകളിൽ നിന്ന് ഒഴുകിയെത്തിയ ആയുധക്കടലാണ്. 2022 ആരംഭിച്ച ഈ വലിയ പോരാട്ടം 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതിന് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധാരണ യുദ്ധമല്ലെന്നത് ലോകത്തിന് വ്യക്തമായി കഴിഞ്ഞു. ഒരു വശത്ത് പാശ്ചാത്യ രാജ്യങ്ങളുടെ വൻതോതിലുള്ള സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ഉക്രൈന് ലഭിക്കുമ്പോൾ, മറുവശത്ത് ഉത്തര കൊറിയയും ഇറാനും റഷ്യയുടെ അവിഭാജ്യ സൈനിക സഖ്യകക്ഷികളായി മാറിയിരിക്കുന്നു. ഉക്രൈനിലെ സപ്പോറിഷ്യയുടെ ആകാശത്ത് തീഗോളം തീർത്ത് പതിക്കുന്ന KN-23 അഥവാ ഹൊസ്വാങ് 11A ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് ലോക സുരക്ഷാ വിദഗ്ധരുടെ ഉറക്കം കെടുത്തുകയാണ്. രൂപകൽപ്പനയിൽ റഷ്യയുടെ തന്നെ ഇസ്കാൻഡർ M മിസൈലിനോട് സാമ്യമുള്ള ഈ മിസൈലുകൾ ഖര ഇന്ധനം ഉപയോഗിക്കുന്നതിനാൽ മിനിറ്റുകൾക്കകം റോഡ് മൊബൈൽ ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ സാധിക്കും. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകളെ പോലെ ഉയർന്ന പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം താരതമ്യേന താഴ്ന്ന ഉയരത്തിലും അപ്രതീക്ഷിത രീതിയിലും സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. അതിനാൽ അമേരിക്കയുടെയും നാറ്റോയുടെയും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ തിരിച്ചറിയാനോ തകർത്ത് കളയാനോ സാധിക്കുന്നില്ല. മിസൈലുകൾ അവിടെയും തീരുന്നില്ല. അമേരിക്കൻ ATMS മിസൈലുകളെ വെല്ലുന്ന കൃത്യതയുള്ള KN-24 മിസൈലുകളും ഇന്ന് ഉക്രൈന്റെ കമാൻഡ് സെന്ററുകളെയും റെയിൽവേ ജംഗ്ഷനുകളെയും തകർത്തെറിയാൻ റഷ്യ ഉപയോഗിക്കുന്നു. 2023 അവസാനത്തോടെ തുടങ്ങിയ ഈ രഹസ്യ ആയുധ വിതരണത്തിലൂടെ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ മിസൈലുകളെക്കാൾ ഉപരി യുദ്ധഭൂമിയിലെ യഥാർത്ഥ മാന്ത്രിക വടിയായി മാറിയത് ഉത്തര കൊറിയൻ പീരങ്കി ഷെല്ലുകളാണ്. ദിവസേന ആയിരക്കണക്കിന് പീരങ്കി ഷെല്ലുകൾ ഉപയോഗിക്കപ്പെടുന്ന ഈ യുദ്ധത്തിൽ റഷ്യയുടെ സ്വന്തം ഉൽപാദന ശേഷി വറ്റിപ്പോയപ്പോഴാണ് കിം ജോങ് ഉൻ വാതിൽ തുറന്നുകൊടുത്തത്. 1.5 കോടിയോളം പീരങ്കി ഷെല്ലുകളും 170 മില്ലിമീറ്റർ സ്വയം സഞ്ചരിക്കുന്ന പീരങ്കികളും ഉത്തര കൊറിയൻ ഫാക്ടറികളിൽ നിന്ന് റഷ്യൻ മുൻനിര പോരാളികളുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞു. റഷ്യൻ സൈന്യം തൊടുക്കുന്ന മൊത്തം പീരങ്കി ആക്രമണങ്ങളുടെ 4/1 ഭാഗവും ഇന്ന് ഉത്തര കൊറിയൻ നിർമ്മിത വെടിക്കോപ്പുകളാണ്. യുദ്ധത്തെ കൂടുതൽ ഭയാനകമാക്കുന്നത് വെറും ആയുധ കൈമാറ്റം മാത്രമല്ല, റഷ്യൻ മണ്ണിൽ ഉത്തര കൊറിയൻ സൈനികർ നേരിട്ടെത്തി മിസൈൽ വിക്ഷേപണങ്ങൾ ഏകോപിപ്പിക്കുന്നു. 30,000-ത്തിലധികം സൈനികരെ കൂടി റഷ്യയിലേക്ക് അയക്കാൻ ഉത്തര കൊറിയ തയ്യാറെടുക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു മഹാസങ്കര യുദ്ധത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഈ പരസ്യവും രഹസ്യവുമായ സൈനിക പിന്തുണയ്ക്ക് പകരമായ കിം ജോങ് ഉൻ അമേരിക്കയ്ക്ക് നേരെ വയ്ക്കുന്നത് വലിയൊരമ്പാണ്. പകരമായി റഷ്യയിൽ നിന്ന് കിമ്മിന് ലഭിക്കുന്നത് വെറും എണ്ണയോ ഭക്ഷ്യസാധനങ്ങളോ മാത്രമല്ല, അമേരിക്കയുടെ ഏത് വൻകരയെയും ആക്രമിക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഉപഗ്രഹ വിക്ഷേപണ വിവരങ്ങളും റഷ്യൻ സാങ്കേതിക വിദ്യകളുമാണ്. വർഷങ്ങളായി പാശ്ചാത്യ മാധ്യമങ്ങളുടെ പരിഹാസപാത്രമായിരുന്ന ഒരു അടച്ചുപൂട്ടിയ ഏകാധിപത്യ രാജ്യം ഇന്ന് യൂറോപ്പിന്റെ മണ്ണിൽ ചോര ചിന്തിക്കൊണ്ട് തന്റെ യഥാർത്ഥ മാരകശേഷി തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിന് മേൽ കരുനിഴൽ വീഴ്ത്തിക്കൊണ്ട് പിറവിയെടുത്ത ഈ പുതിയ ഭൗമരാഷ്ട്രീയ അച്ചുതണ്ട് വരും കാലങ്ങളിൽ ലോകത്തിന്റെ ഭാവി എങ്ങോട്ട് നയിക്കുമെന്ന് വലിയ ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിൽ ബാക്കി വെക്കുന്നത്.